ഗേൾസ് ആൻഡ് ബോയ്സ് സേവ് യുവർ മണി. കാരണം ആരും അത് തരാൻ പോകുന്നില്ല. ഈവൻ ഇഫ് ഇറ്റ്സ് 200, 100, 1000 റുപ്പീസ്, 2000 എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സേവ് ചെയ്യൂ പ്ലീസ്. മണി വൺസ് ഗോൺ ഇറ്റ്സ് ഗോൺ. സംടൈംസ് ഐ ഫീൽ ഗിൽറ്റി, കാരണം എന്നെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര ചെറിയ ഗേൾസും പിന്നെ ടീനേജേഴ്സ് ഉണ്ട്, വർക്കിംഗ് ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കോൺസ്റ്റന്റ്ലി പ്രോഡക്ട്സ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഷിറ്റ് കുറേ സാധനങ്ങൾ മേടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനത്തെ തിങ്സ് മാത്രമേ അവർക്ക് വരുള്ളൂ. പക്ഷെ നമ്മൾ ആക്ച്വലി ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആൾക്കാരാണെങ്കിലും മേടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞാനാണെങ്കിലും കുറച്ചെങ്കിലും സേവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു തിങ് മറക്കരുത്. നിങ്ങൾ SIP ഇത്ര പെർസെൻറ്റേജ് ഇട്ടോളൂ, FD ഇത്ര പെർസെൻറ്റേജ് ഇട്ടോളൂ, അതിൽ സ്റ്റോക്സിൽ അത്രയ്ക്കും ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാം. പക്ഷേ സേവ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും മന്ത്ലി. കോൺസ്റ്റന്റ്ലി കുറെ തിങ്സ് ഇങ്ങനെ കുറെ ഹോൾസും അതും ട്രിപ്സും ഇതെല്ലാം കാണും. എന്താണെന്ന് വെച്ചാൽ അവരിപ്പോ ഒരു 50,000 റുപ്പീസ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 5,000 റുപ്പീസ് ആയിരിക്കും അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ സെയിം ടൈം ഒരു 30,000 റുപ്പീസ് ഉണ്ടാക്കുന്ന ആൾ, അല്ലെങ്കിൽ 20,000 റുപ്പീസ് ഉണ്ടാക്കുന്ന ആൾ ആ സെയിം എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതെല്ലാം നമ്മൾ ആലോചിക്കണം. എല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കണ്ടിട്ട് ആ സെയിം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ ഇൻകം ആൻഡ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാനും നമ്മൾ സേവ് ചെയ്യാനും എല്ലാം. നമ്മൾ കുറച്ച് മൈൻഡ്ഫുൾ ആയിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും അയച്ചു കൊടുത്തതൊന്ന് റിമൈൻഡ് ചെയ്യൂ. കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. സത്യമായിട്ട് നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. ആരും നമുക്ക് തരാനും പോകുന്നില്ല. അപ്പം നമ്മുടെ മണി നമുക്ക് തന്നെ ഉണ്ടാക്കണം, നമുക്ക് തന്നെ സേവ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും. അപ്പം അതുകൊണ്ട് സേവ് യുവർ മണി ടുഡേ തന്നെ.